ഹായ് ഫ്രണ്ട്സ്, ഇന്ന് സിൻസി എഴുതിയിരിക്കുന്നൊരു മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് യഥാർത്ഥത്തിലുള്ളത് ഞാൻ പറയുന്നില്ല. സിൻസി എന്ന് വിളിച്ചോളൂ. എനിക്കിപ്പോൾ വയസ്സ് 23. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം 7 മാസമായി. ഡിഗ്രി വരെ പഠിച്ചിട്ടുണ്ട്. എൻ്റേത് തീവ്ര മതവിശ്വാസമുള്ളൊരു കുടുംബമാണ്. പ്രാർത്ഥനകളിലും ദൈവഭയത്തിലും അധിഷ്ഠിതമാണ് ഞങ്ങളുടെ ജീവിതം. പപ്പയും അമ്മയും എപ്പോഴും പറയും, മോളെ, തെറ്റായ വിചാരം ഒന്നും ഉണ്ടാകരുത്. സൗന്ദര്യമുള്ള ആണുങ്ങളെ കാണുമ്പോഴേക്കും നിനക്ക് ഇഷ്ടം തോന്നാം. നിന്റെ സൗന്ദര്യം കണ്ട് ഒത്തിരി ചെക്കന്മാർ നിന്റെ പുറകെ വരാം. പക്ഷേ അവരുടെ നോട്ടം നിന്റെ ശരീരത്തിലാണ്. അവർക്ക് നിമിഷ നേരത്തെ ചില കാര്യങ്ങളാണ് പ്രധാനം. മോളൊരിക്കലും പ്രേമത്തിൽ വീഴരുത്. നിനക്ക് ഒരു ഭർത്താവിനെ മാതാപിതാക്കൾ കണ്ടെത്തിത്തരും. അപ്പോൾ ദൈവഭയത്താൽ നീ അവനെ സ്വീകരിക്കുക. അവനാണ് നിന്റെ ഇണയും തുണയും. മറ്റാരെക്കുറിച്ച് നീ ചിന്തിക്കരുത്, ദൈവകോപം ഉണ്ടാകും എന്ന് പറയുമായിരുന്നു. എനിക്കാണെങ്കിൽ അത്ര വലിയ ഭക്തിയൊന്നുമില്ലായിരുന്നു മാഡം. എങ്കിലും മമ്മിയൊക്കെ പറയുമ്പോൾ എനിക്ക് പേടിയാണ്. എൻ്റെ കൂട്ടുകാരികളൊക്കെ മൊബൈലിൽ പലതും കാണും. ചിലപ്പോഴൊക്കെ നമ്മൾ മൊബൈൽ ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ പല വീഡിയോയും പല പിക്ചേഴ്സും കയറി വരുമല്ലോ. ആ സമയത്തൊക്കെ ഞാൻ പാപയാകാതിരിക്കാൻ പെട്ടെന്നത് മൂടി വയ്ക്കും. അങ്ങനെയായിരുന്നു എൻ്റെ കൂട്ടുകാരി. ഒരു ദിവസം അവളുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഒരു വീഡിയോ കാണിച്ചു. അതിൽ ഏതോ ഒരു വിദേശ നടി കിടന്ന് കരയുകയാണ്. അവളുടെ കരച്ചിൽ കണ്ടു കഴിഞ്ഞപ്പോൾ ഇനി ആരെങ്കിലും ഉപദ്രവിച്ചിട്ടാണോ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഇത്തിരി കഴിഞ്ഞപ്പോൾ മുഴുവൻ സീനും കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവളെന്നെ കാണിച്ചത് വളരെ വൃത്തികെട്ടൊരു പിക്ചറായിരുന്നു എന്നുള്ളത്. അവളെ ഞാൻ ഒത്തിരി വഴക്ക് പറഞ്ഞു, പാപത്തിലേക്ക് നീ എന്നെ വെറുതെ തള്ളിവിടരുതെന്ന്. പക്ഷെ അവൾ പറഞ്ഞു, എടി, ഇത് കണ്ടെന്ന് വെച്ചിട്ട് പാപമൊന്നുമല്ല, നിനക്കിതൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇനിയിപ്പോൾ ഒരേ ഒരു ഭർത്താവേ ഉള്ളെങ്കിലും കാര്യങ്ങൾ ഇതുപോലൊക്കെയല്ലേ. അപ്പോൾ നല്ല രീതിയിൽ സഹകരിക്കണമെങ്കിൽ, നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അതിനെങ്കിലും നീ നോക്കി പഠിക്ക്. ഞാൻ അതിനെ നോക്കി പഠിക്കുന്നത്, അല്ലാതെ ഭർത്താവല്ലാതെ വേറൊരു പുരുഷനുമായിട്ട് ബന്ധമുണ്ടാക്കാനല്ല എന്നൊക്കെ അവൾ ന്യായം പറഞ്ഞു. എന്നാലും ഈ പെണ്ണുമ്പിള്ള കരയുന്ന പോലൊന്നും കരയാൻ എന്നെക്കൊണ്ട് പറ്റില്ല. ഇതെന്താണ് എന്ന് ഞാൻ പലപ്പോഴും മനസ്സിൽ വിചാരിച്ചു. അവളെയും വഴക്ക് പറഞ്ഞ് ഞാൻ അവിടുന്ന് പോന്നു. പിന്നെ ഞാൻ അത്തരം കാര്യങ്ങളൊന്നും കാണാൻ ശ്രമിച്ചിട്ടില്ല. പിന്നെ ഡിഗ്രി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ വിവാഹം നടത്തണമെന്ന് പറഞ്ഞു. എനിക്ക് ഡിഗ്രിക്ക് നല്ല രീതിയിൽ മാർക്കൊന്നും സ്കോർ ചെയ്യാൻ കഴിഞ്ഞില്ല. അതുമാത്രമല്ല, എന്നെ ജോലിക്ക് വിടണമെന്ന് മാതാപിതാക്കൾക്ക് ആഗ്രഹവുമില്ലായിരുന്നു. എൻ്റെ കല്യാണം പെട്ടെന്ന് നടക്കുക. ഞാൻ സാമാന്യ സുന്ദരി ആയതുകൊണ്ട് പെട്ടെന്ന് ഒത്തിരി ആലോചനകൾ വന്നു. വിദേശ രാജ്യത്തേക്ക് പോകാനും ഒക്കെ വന്നു. പക്ഷേ ഒരേ ഒരു മോളാണ് എനിക്കുള്ളത്. 2 ചേട്ടന്മാരാണ്. പക്ഷേ അവരൊക്കെ വിദേശത്താണ്. എന്നെ ദൂരം കെട്ടിച്ചുവിടാൻ അവർക്ക് താല്പര്യമില്ല. അങ്ങനെ 5 കിലോമീറ്റർ അകലെയുള്ള ഒരാളുമായിട്ടാണ് എൻ്റെ വിവാഹം നടന്നത്. കാണാൻ ഭംഗിയുള്ള മനുഷ്യനാണ്. സ്ഥിരം ജോലിയുമുണ്ട്. കണ്ടാൽ എനിക്ക് ചേർന്ന ആളുമാണ്. നല്ല രീതിയിൽ അയാളെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ കല്യാണത്തിന് സമ്മതിച്ചത്. പക്ഷേ മറ്റു കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. എൻ്റെ ആ വീഡിയോ കാണിച്ച കൂട്ടുകാരിയില്ലേ, അവളുടെ കല്യാണം കഴിഞ്ഞിരുന്നു. അവളെ ഞാൻ കല്യാണത്തിന് ഒരാഴ്ച മുമ്പ് വിളിച്ചു ചോദിച്ചു, എടി എങ്ങനെയാണ് കാര്യങ്ങളെന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, അന്ന് നീ വീഡിയോ കണ്ടിട്ട് ആ പെണ്ണുമ്പോൾ അലറിയെന്ന് പറഞ്ഞ് എന്നെ ചീത്ത വിളിച്ചിട്ട് പോയുള്ളല്ലേ. എടി, ഇപ്പോൾ ഞാൻ എൻ്റെ ഇച്ചായൻ്റെ പേര് പറഞ്ഞ് അലറി വിളിക്കുകയാണ് എപ്പോഴും. എൻ്റെ ഇച്ചായൻ അങ്ങനെയാണ്. ഇച്ചായൻ്റെ ചില വർണ്ണനകളൊക്കെ അവൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇത് കേൾക്കാനല്ല ഞാൻ വിളിച്ചത്. എങ്ങനെയാണ് കാര്യങ്ങൾ മാനേജ് ചെയ്യാനെന്നുള്ളതാണ്, അല്ല അതിൻ്റെ ഭർത്താവിൻ്റെ വർണ്ണനയല്ലെന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, ഇത്തരം കാര്യങ്ങൾ വിസ്തരിച്ച് പറഞ്ഞെങ്കിലേ മനസ്സിലാകുള്ളൂ, അല്ലാതെ അവിടെ ഇവിടെയും തൊടാതെ ഓരോന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മേൽ എന്നെ വിളിക്കരുത്. നിന്റെ കല്യാണത്തിന് ഞാൻ ഒട്ട് വരികയില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിണങ്ങി മാഡം. അവളൊട്ട് വന്നതുമില്ല. എന്തായാലും എൻ്റെ കല്യാണം കഴിഞ്ഞു. എനിക്കാണെങ്കിൽ വേറെ ആരോടും ഒന്നും ചോദിക്കാനുമില്ല. പക്ഷേ അവളെപ്പോഴും പറയുമായിരുന്നു, ഇതിൽ പെണ്ണുങ്ങൾക്ക് വലിയ റോളൊന്നുമില്ല. ആദ്യ കാലഘട്ടത്തിൽ ആണുങ്ങളായിരിക്കും എല്ലാത്തിനും മുൻകൈ എടുക്കുക. നമ്മൾ ഒഴുക്കിൽ പെട്ടങ്ങ് പോയാൽ മതി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ ചായാന്നോ ചേട്ടാന്നൊക്കെ വിളിച്ച് പുട്ടിന് പീര പോലെ നമ്മൾ താളമിട്ട് കൊടുക്കണമെന്ന് അവൾ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. പുരുഷന്മാരെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പൊക്കി പറഞ്ഞാൽ മതി, അവന്മാർ ശരിയായ ദിശയിൽ പോയിക്കോളൂമെന്നാണ് അവളുടെ അഭിപ്രായം. ഇങ്ങനെ പല സമയത്തായിട്ട് പറഞ്ഞ കാര്യങ്ങൾ മാത്രം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. എനിക്കറിയില്ലല്ലോ എന്നാണ്, എപ്പോഴാണ്, എങ്ങനെയാണ് ഇതൊക്കെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയെന്ന്. പക്ഷേ ആദ്യ ദിവസം തന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി. ഇവൾ പറയുന്നത് പോലെയോ വീഡിയോ കണ്ടതുപോലെയോ ഒന്നുമല്ല കാര്യങ്ങൾ. ഇവിടെ ഇപ്പം അച്ചായ ചേട്ടാ എന്നൊക്കെ വിളിക്കാനുള്ള സമയം പോലും കിട്ടിയില്ല. അതിനു മുമ്പേ അച്ചായനപ്പുറത്തേക്ക് മാറി ഉറക്കമായി. ആക്ച്വലി
വീഡിയോയിലെ സ്ത്രീകൾ എന്തിനാണ് കിടന്ന് കരഞ്ഞത്? എനിക്കൊന്നും മനസ്സിലായില്ല. എനിക്ക് കരച്ചിലും വന്നില്ല, അലർച്ചയും വന്നില്ല, ഒരു ഫീലിങ്ങും ഇല്ല. എല്ലാം 5-10 മിനിറ്റിനുള്ളിൽ തീർന്നു. അവിടെയും ഇവിടെയും എന്തൊക്കെയോ ഒരു മിനുക്കുപണികൾ നടത്താൻ അദ്ദേഹം ശ്രമം നടത്തി. പക്ഷേ എല്ലാം 10 മിനിറ്റ് കൊണ്ട് അവസാനിച്ചു. ഇതിനിടയ്ക്ക് ഞാൻ അലറിയില്ലെങ്കിലും ഇച്ചാനൊന്ന് അലറി, അത്ര മാത്രമേ ഉള്ളൂ. അതും ഒരു 10 സെക്കൻഡ്. എന്തായാലും ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ജീവിതത്തിൽ ഒരു കാര്യം മനസ്സിലായി. കൊതിച്ചതും വിധിച്ചതും ഒന്നുമല്ല എനിക്ക് കിട്ടിയത്. ഇത് വേറെന്തോ ആണെന്ന് എനിക്ക് തോന്നിപ്പോയി. എനിക്ക് അവളെ വിളിക്കാൻ മുട്ടി നിൽക്കുകയാണ്. അവളോട് ഇതിൻ്റെ രഹസ്യങ്ങളൊക്കെ ചോദിക്കണം. എങ്കിൽ മാത്രമേ എനിക്ക് സമാധാനമാകൂ. ഇനിയെങ്കിലും അവളെ ഞാൻ വഴക്കുണ്ടാക്കാതെ നല്ല രീതിയിൽ അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിന്നെങ്കിലേ അവൾ എല്ലാ രഹസ്യങ്ങളും എന്നോട് പറഞ്ഞു തരികയുള്ളൂ. ഞാൻ അവളെ വിളിച്ചു. അവൾക്ക് ദേഷ്യമുണ്ടായിരുന്നു. കല്യാണത്തിന് പോലും അവൾ വന്നില്ല. അവൾ എന്നെ ശരിക്കും പുറത്തു പറയാൻ കൊള്ളാത്ത തെറിയാണ് ആദ്യം വിളിച്ചത്. എടി, വർഷങ്ങളുടെ എന്നോട് പല കാര്യങ്ങളും പറയുന്നു. ഇതിലൊക്കെ ചില മർമ്മപ്രധാനമായ കാര്യങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? നീ ഒന്നും ശ്രദ്ധിക്കാതെ എന്നെ ഓരോന്ന് പറഞ്ഞു. എടി, നിൻ്റെയും ഭർത്താവിൻ്റെയും ഫോട്ടോ ഞാൻ ഫേസ്ബുക്കിൽ കണ്ടിരുന്നു. പക്ഷേ ഇങ്ങനെ അതപ്പതിച്ചൊരുത്തിനാണ് അവനെന്ന് എനിക്ക് മനസ്സിലായില്ല. സ്വർണ്ണക്കാരൻ്റെ തേടി നടന്ന നിനക്ക് ചോർച്ചയുള്ള കിണ്ടിയാണല്ലോ മോളെ കിട്ടിയത് എന്ന് പറഞ്ഞ് അവളെന്നെ കളിയാക്കി. ഞാൻ കരഞ്ഞു. എടി, ഇതാണ് നടക്കുന്നതെന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, ഇവനൊന്നും ശരിക്കും ആണല്ലടി. ശരിക്കും ഇവനക്ക് വെറുതെ ഇങ്ങനെ ജീവിക്കുകയാണ്. മറ്റു പെണ്ണുങ്ങളുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് കല്യാണം കഴിക്കുന്നു. ഇങ്ങനെ കുറേ പുരുഷന്മാരുണ്ട്. ഭാഗ്യത്തിന് എനിക്കിത്തിരി അഹങ്കാരമുണ്ടെന്ന് തന്നെ വിചാരിച്ചോളൂ. ഞാൻ എൻ്റെ ഭർത്താവാകാൻ വരുന്ന ആളോട് ഇത്തിരി കയറി സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും അയാളുടെ ഊർജ്ജത്തിൻ്റെ ലെവൽ എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ കല്യാണം കഴിച്ചത്. അല്ലായിരുന്നെങ്കിൽ ഞാൻ ഒരുത്തനെയും കല്യാണം കഴിക്കില്ല എന്നവൾ പറഞ്ഞു. എടി, അതവിടെ നിൽക്കട്ടെ, നിൻ്റെ കാര്യം ഓക്കെ ആയല്ലോ, എൻ്റെ കാര്യം എങ്ങനെയാ? അപ്പോൾ അവൾ പറഞ്ഞു, അല്ല, ഇതൊക്കെ പാവമല്ലേ, ഇപ്പോഴുള്ളത് പോരെ, ഭർത്താവിൽ നിന്ന് കിട്ടുന്നത് ഓക്കെ അല്ലേ? ഇച്ചായനെ സ്നേഹിച്ച് അങ്ങനെ പോയിച്ചങ്ങ് ജീവിച്ചാൽ പോരെ, എന്തിനാണ് ശരിയായില്ലെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്നാലും ഇതങ്ങോട്ട് ഒട്ടും പൊരുത്തപ്പെടാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ അവൻ്റെ ഗുണം. എടീ, ഇനി ഒരു രക്ഷയുമില്ല. അവനെ എങ്ങനെ ശരിയാക്കി എടുക്കണമെന്ന് എനിക്കും അറിയില്ല. വല്ല ഡോക്ടറെ കാണിച്ചു നോക്കാൻ പറഞ്ഞു. എടീ, എങ്ങനെയാടി പറയുക? അപ്പോൾ അവൾ പറഞ്ഞു, ശരി, 1-2 മാസത്തേക്ക് നീ മിണ്ടണ്ട. അത് കഴിഞ്ഞ ശേഷം നീ അയാളോട് ഇങ്ങനെ പറയണം, ഇച്ചായ, എനിക്ക് ഈ പറഞ്ഞതുപോലെ പ്രത്യേകിച്ച് ഒരു രസവും തോന്നുന്നില്ല. ഇതെന്താണ് സമയമില്ലാത്തത്? എല്ലാം 5-10 മിനിറ്റിനുള്ളിൽ തീരുകയാണല്ലോ, അതുകൊണ്ടായിരിക്കുമോ എന്ന് നീ അയാളോട് ചോദിക്കണം. എടി, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇച്ചാൻ എന്തെങ്കിലും വിചാരിക്കില്ലേ? വിചാരിക്കണം. അങ്ങനെ തിരിച്ചറിയണം. ചിലപ്പോൾ അങ്ങേർക്ക് ബലഹീനതയുണ്ടെന്ന് മനസ്സിലാക്കി തന്നെയായിരിക്കും നിന്നെപ്പോലൊരു പൊട്ടിപ്പെണ്ണിനെ അയാളെ കല്യാണം കഴിച്ചത്. എങ്ങനെയെങ്കിലും അങ്ങേരുടെ കൂടെ അടങ്ങി ഒതുങ്ങി കഴിയുമെന്ന് വിചാരിച്ച് കാണും. ഇങ്ങനെയൊക്കെയാണ് പലപ്പോഴും പറ്റുന്നത്. അതുകൊണ്ട് നീ അങ്ങേരോട് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് സംസാരിക്കണം. അതേ രക്ഷയുള്ളൂ. ചിലപ്പോൾ കൗൺസിലിങ്ങോ മരുന്നോ ഒക്കെ കൊണ്ട് ശരിയാക്കാൻ പറ്റുമെന്ന്. ഞാൻ പറഞ്ഞു, ഇച്ചാൻ അങ്ങനെ ട്രീറ്റ്മെൻ്റ് ഒന്നും വരത്തില്ലെന്ന്. ആ, വരത്തില്ലെങ്കിൽ നിൻ്റെ വിധിയെന്ന് കരുതിക്കോളൂ. എന്തായാലും ഒന്ന് പറഞ്ഞു നോക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ 1-2 മാസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഞാൻ ചോദിച്ചു, അല്ലിച്ചായ, ഇച്ചായൻ വരുന്നു പോകുന്നു, കിടന്നുറങ്ങുന്നു, പക്ഷേ എൻ്റെ കാര്യമൊന്നും ഇച്ചായൻ ശ്രദ്ധിക്കുന്നില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ജീവിതത്തിൽ ഒരു രസവും തോന്നിയിട്ടില്ല. ഇച്ചായന് സമയത്തിന് വന്നുകൂടെ? സമയം നീട്ടിവെച്ചുകൂടെ? സമയം കുറവല്ലേ ഉള്ളത് എന്നൊക്കെയുള്ള രീതിയിൽ ഞാൻ സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവിനെ തുറച്ചു നോക്കി. അപ്പോൾ നിനക്ക് ഈ കാര്യങ്ങളൊക്കെ മുന്നേ അറിയാമായിരുന്നോ? നിന്നോട് സംസാരിച്ചപ്പോൾ നീ ഒന്നും കണ്ടിട്ടില്ല കേട്ടിട്ടില്ല എന്നുള്ള മട്ടിലാണല്ലോ സംസാരിച്ചതെന്ന്. ഞാൻ പറഞ്ഞു, ഇതൊക്കെ ആരെങ്കിലും പഠിപ്പിക്കണോ? ആണും പെണ്ണും കൂടെ ജീവിക്കാൻ തുടങ്ങുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തങ്ങളൊക്കെ മനസ്സിലാകില്ല ഇച്ചായ. എന്തായാലും ഇതത്ര ഫെയർ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് ഞാനങ്ങ് തുറന്നു പറഞ്ഞു. അത്രയെങ്കിലും ധൈര്യത്തിൽ ഞാൻ പറയണ്ടേ മാഡം? അതോടുകൂടി പുള്ളി എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ആരംഭിച്ചു. നിനക്ക് നേരത്തെ കാമുകന്മാരുണ്ടായിരുന്നു? എത്ര നേരമായിരുന്നു നിൻ്റെ കാമുകൻ ഉണ്ടായിരുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ ചോദിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, എനിക്ക് കാമുകനൊന്നുമില്ലായിരുന്നു. പിന്നെ നീ ഇത്രയും വിശദമായിട്ട് എന്താണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അവസാനം തുറന്ന് പറഞ്ഞു, എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ജെസ്സി. അവളാണ് എന്നോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്. അവളുടെ കല്യാണം നേരത്തെ കഴിഞ്ഞു. പിന്നെ പഠിക്കുമ്പോൾ തൊട്ടേ അവൾക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ഒത്തിരി ഇൻട്രസ്റ്റ് ആയിരുന്നു. പലപ്പോഴും വീഡിയോ ഒക്കെ കാണിച്ച് അവളെന്നെ പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ സമയത്ത് ദൈവകോപം ഉണ്ടാന്ന് വെച്ചിട്ട് അവളെ ഞാൻ തള്ളിക്കളയുകയായിരുന്നു. അതുകൊണ്ട് അവൾ കല്യാണത്തിന് പോലും വന്നില്ല. അവസാനം എനിക്ക് യാതൊരു ഫീലിങ്സും ഇല്ലാതായി കഴിഞ്ഞപ്പോഴേക്കും അവളെ വിളിക്കേണ്ടി വന്നു. അപ്പോൾ അവൾ എന്താ പറഞ്ഞത്? അവൾ പറഞ്ഞു, ശരിക്കുമുള്ള ആണുങ്ങൾ ഇങ്ങനെയല്ല, അത് അവളുടെ ഭർത്താവിനെ പോലെയാണ്
എന്ന് പറഞ്ഞു. അതെന്താ, അവളുടെ ഭർത്താവിന് ആരെങ്കിലും ശരിക്കുള്ള ആണാണെന്ന് സർട്ടിഫിക്കേഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു എനിക്കറിയില്ല. അവൾ പറഞ്ഞത് ഇങ്ങനെയല്ല ശരിക്കുമുള്ള ആണുങ്ങളെന്നാണ്. പിന്നെ അവൾ എന്തൊക്കെയാണ് എന്നോട് പറഞ്ഞു തന്നത്, എങ്ങനെയാണ് ശരിക്കുള്ള ആണെന്നാണ് അവൾ വിവരിച്ചത്. ഞാൻ പറഞ്ഞു അതെനിക്കറിയില്ല. വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവൾ എന്നോട് പറഞ്ഞത് ആണെന്ന് പറയുമ്പോൾ നേരം വേണം, പിന്നെ മറ്റു പലതും വേണം, അത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതലായിരിക്കണം എന്നൊക്കെ അവളിനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഭർത്താവ് എന്നോട് ദേഷ്യപ്പെട്ടു. അല്ലെങ്കിലും നല്ല ദൈവഭയമുള്ള കുട്ടികളെ കൂട്ടുകാരാണ് ചീത്തയാക്കുന്നത്. നീ എന്തായാലും അവളുടെ വലയിൽ വീണല്ലോ, ഇത്രയും വൃത്തികെട്ടൊരു കൂട്ടുകാരി നിനക്കുണ്ടായല്ലോ എന്നൊക്കെ പറഞ്ഞ് എന്നെ കുറ്റപ്പെടുത്തി. ഞാനന്ന് രാത്രി കരഞ്ഞു. അന്ന് ഞങ്ങൾക്ക് ഒന്നുമില്ലായിരുന്നു. അദ്ദേഹം പിന്നീട് 2 ദിവസം എന്നോട് മിണ്ടിയില്ല. ഞാൻ പുറകെ ചെന്ന് ഇച്ചായ എന്തിനാ വെറുതെ വഴക്കുണ്ടാക്കുന്നത്, ഒരു കുഴപ്പമില്ല, ഇനി അവൾ പറഞ്ഞത് ഞാനൊന്നും കേൾക്കില്ല, അവളെ ഞാൻ വിളിക്കില്ല എന്ന് പറഞ്ഞു. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, ആ എന്തിനാ അവളെ വിളിക്കാതിരിക്കുന്നത്, നിൻ്റെ ഡിയറസ്റ്റ് ഫ്രണ്ട് അല്ലേ, എന്തായാലും അവളെ ഇങ്ങോട്ട് വിളിക്കുക, അവൾക്കൊരു ട്രീറ്റ് കൊടുക്കാമെന്ന്. ഞാൻ പറഞ്ഞു അവൾ ഇങ്ങോട്ട് വരുമോയെന്നറിയില്ലെന്ന്. അല്ല, ഇത്രയും വലിയൊരു ഫ്രണ്ടിനെ എനിക്കൊന്ന് കാണണ്ടേ. അവൾ പറഞ്ഞത് നിന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലോ നമ്മളുടെ ദാമ്പത്യ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ടാണെങ്കിലോ പിന്നെ അവൾക്ക് നമ്മുടെ ദാമ്പത്യ ജീവിതം തകർത്തിട്ട് എന്ത് നേടാനാണ്? എങ്കിൽ പിന്നെ അവളോട് വരുന്നതിൽ നിനക്കെന്താ വിരോധം? വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാമെന്നും. ഞാൻ പറഞ്ഞു വിരോധമൊന്നുമില്ല, പക്ഷേ ഇത്തരം കാര്യങ്ങൾ ഞാനും അവളും കൂടെ സംസാരിച്ചത് നിങ്ങൾ അവളോട് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകില്ലേ? അപ്പോൾ ഹസ്ബൻഡ് ദേഷ്യപ്പെട്ടു. എടി, അവളോട് ഞാൻ ഈ കാര്യങ്ങളൊന്നും ചോദിക്കില്ല, എനിക്കെന്താ വട്ടുണ്ടോ? എന്തായാലും ഈ കാര്യത്തിലൊക്കെ ഇത്രയും വലിയ അറിവുള്ള, ഇത്രയും ഊർജ്ജമുള്ള അവൾ ആരാണെന്നറിയാൻ എനിക്കൊരു ആഗ്രഹമുണ്ട്. അവളോട് എനിക്ക് ഫ്രണ്ട്ഷിപ്പ് വെക്കാമല്ലോ. എന്തിനാ നിങ്ങൾക്ക് ഫ്രണ്ട്ഷിപ്പ്? അല്ല, നിനക്കെന്തിനാ അവളോട് ഫ്രണ്ട്ഷിപ്പ്? അതുകൊണ്ട് അവളെയും കൊണ്ടൊന്ന് വിളിക്കടി, നമുക്ക് അവൾക്ക് ഒരു ട്രീറ്റ് കൊടുക്കാം. എനിക്ക് ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്താനുണ്ടാകും, അത് നിനക്ക് പിന്നീട് സാന്ദ്രമായിട്ട് ചോദിക്കാമല്ലോ. എനിക്ക് അവളെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ ഒന്നും വേണ്ടാന്ന്. പക്ഷെ പുള്ളി പറഞ്ഞു ഇനി ഞാൻ നിന്നോട് മിണ്ടണമെങ്കിൽ അവളെ ഇവിടെ വിളിച്ചു വരുത്തണമെന്ന് പറഞ്ഞു. ഇനി എൻ്റെ ഭർത്താവ് അവളോട് ചോദിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ എന്ന് എനിക്ക് പേടിയുണ്ടായിരുന്നു. ഞാൻ പതുക്കെ അവളോട് പറഞ്ഞു, മോളെ നീ ഇവിടെ വരെ ഒന്ന് വരാമോ എന്ന് പറഞ്ഞു. അങ്ങനെ അവളെ നിർബന്ധിച്ച് എൻ്റെ വീടൊക്കെ കാണിക്കാൻ വേണ്ടി വരുത്തി. അന്ന് എൻ്റെ ഭർത്താവും ഉണ്ടായിരുന്നു. എൻ്റെ ഭർത്താവ് അവളെ കണ്ടു കഴിഞ്ഞപ്പോൾ വളരെ മാന്യമായിട്ടും സ്നേഹമായിട്ടാണ് പെരുമാറിയത്. അവൾക്ക് വേണ്ടി ഇഷ്ടമുള്ള വിഭവങ്ങളൊക്കെ ഞാൻ ഒരുക്കിയിരുന്നു. പിന്നെ എൻ്റെ അമ്മായിമ്മ അവിടെ ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് സംസാരിക്കാനും പറ്റി. എൻ്റെ ഭർത്താവ് അവളോട് ഇത്തരം കാര്യങ്ങളൊന്നും ചോദിച്ചില്ല. ബാക്കി ചില തമാശകളൊക്കെ പറഞ്ഞ് ചിരിച്ച് അവൾ പോവുകയും ചെയ്തു. പോയി കഴിഞ്ഞിട്ട് അവൾ വൈകിട്ട് വിളിച്ചു, എടി നിൻ്റെ ഭർത്താവ് ഇങ്ങനെയൊക്കെയാണെങ്കിലും നല്ല ജോലി ടൈപ്പാണല്ലോ, പുള്ളി നല്ല സ്നേഹമുള്ള മനുഷ്യനാണ്, എനിക്ക് തോന്നുന്നു പുള്ളിയെ ഒന്ന് ശരിയാക്കിയെടുക്കാൻ നിനക്ക് പറ്റും. കാര്യം ചില ആണുങ്ങൾ ഇങ്ങനെയാണ്, അവരെ ഒരു കരക്കടിപ്പിക്കാൻ ഒത്തിരി പാടാണ്. ചിലപ്പോൾ സ്ത്രീയും സാരഥ്യം ഏറ്റെടുത്ത് വഞ്ചി തൊഴേണ്ടി വരും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കൊന്നും അറിയില്ലെന്ന്. ആ എന്തായാലും നിനക്ക് മിടുക്കില്ലാത്തതുകൊണ്ടാണ് ഇതിൻ്റെ എല്ലാം പ്രശ്നം. എടി, ഭർത്താവിന് ഒരു വീഴ്ച സംഭവിച്ചു കഴിഞ്ഞാൽ അത് നിവർത്തിയെടുക്കേണ്ടത് സ്ത്രീയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ രണ്ടിനും മണവും ഗുണവുമില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും നന്നാകാത്തത്. ഞാൻ പറഞ്ഞു ഇനി എന്ത് ചെയ്യാനാണ്? ഇനി കൗൺസിലിങ്ങിന് പോകാൻ. ഞാൻ പറഞ്ഞതൊന്നും എനിക്ക് പറ്റില്ല, എൻ്റെ ഇച്ഛാനും വരില്ലെന്ന്. അപ്പോൾ അവൾ പറഞ്ഞു അനുഭവിച്ചോന്ന്. എന്തായാലും ഭർത്താവിനോട് ചോദിച്ചു, എടി അവൾ എന്ത് പറഞ്ഞെന്ന്. ഞാനപ്പോൾ അവൾ സംസാരിച്ച കാര്യങ്ങൾ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു എനിക്ക് കൗൺസിലിങ്ങിനൊന്നും പോകാൻ പറ്റില്ല, അവൾ പറഞ്ഞ പോലെ ട്രീറ്റ്മെൻറ്റ് എടുക്കാനും പറ്റില്ല. ഒരു കാര്യം നിനക്ക് ബുദ്ധിമുട്ട് തോന്നില്ലെങ്കിൽ ചെയ്യാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞെന്താ, അവളുടെ നമ്പർ ഇന്നതാ, ഞാനിടയ്ക്ക് അവളെ വിളിച്ച് ചോദിക്കാം, അവൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ പറയാനുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ഞാൻ മുന്നോട്ട് പോകാം. ഒരു സ്ത്രീക്കല്ലേ മറ്റൊരു സ്ത്രീയെ അറിയുകയുള്ളൂ, അതുകൊണ്ട് എൻ്റെ കാര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തിയെടുക്കാൻ എന്ത് വേണമെന്ന് ഞാൻ അവളോട് ചോദിക്കാമെന്ന്. അയ്യേ, അതൊന്നും ശരിയാകില്ല, നിങ്ങൾ തമ്മിൽ അങ്ങനെ സംസാരിക്കാൻ പാടില്ലെന്ന്. നീ പേടിക്കണ്ട, അവളെന്തായാലും നിന്നെ ഉപദേശിക്കുകയാണല്ലോ, നിനക്കത് കേൾക്കാനോ പ്രാവർത്തികമാക്കാനോ പറ്റില്ല. അപ്പം ഞാൻ ചോദിക്കാം, എൻ്റെ കയ്യിലാണ് കുറ്റം എന്നല്ലേ പറഞ്ഞത്, പ്രശ്നമില്ല, വഴക്കൊന്നും ഞാൻ ഉണ്ടാക്കില്ല. അവളോട് സൗഹൃദപരമായി ചോദിച്ചിട്ട് നമ്മളുടെ കാര്യങ്ങളിൽ മെച്ചപ്പെടുത്തുന്ന എന്തെങ്കിലും റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് മോളെ എന്നൊക്കെ പറഞ്ഞ് ഭർത്താവിനെ സോപ്പിട്ടു. അതൊരു സോപ്പിടിലാണെന്ന് എനിക്കപ്പോൾ മനസ്സിലായില്ല. പുള്ളി വളരെ സീരിയസ് ആയിട്ടാണ് പറഞ്ഞത്. എന്തായാലും ഒരു കൗൺസിലറെ കാണാനോ ആശുപത്രി പോകാനോ പുള്ളി തയ്യാറല്ല. എനിക്ക് പേടിയാണ്. എന്നാൽ പിന്നെ അവൾ ഉപദേശിക്കുമല്ലോ. ഭർത്താവിനോട് സംസാരിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അവളുടെ നമ്പർ കൊടുത്തു. ഭർത്താവ് അവളെ വിളിച്ച് സംസാരിക്കാൻ തുടങ്ങി. ആദ്യമൊക്കെ എനിക്ക് പേടിയായിരുന്നു, പക്ഷേ അവളെന്നോട് പറഞ്ഞത് നിൻ്റെ ഭർത്താവ് നല്ല മാന്യമായിട്ട് സംസാരിക്കുന്നെന്ന്. അത് കേട്ടുകഴിഞ്ഞപ്പോൾ എൻ്റെ പേടി ഒഴിഞ്ഞുപോയി. പക്ഷേ അവളുടെ നിർദ്ദേശപ്രകാരം ഒരു ദിവസം ഭർത്താവിനോട് പറഞ്ഞു, നേതിച്ചു കൊണ്ടുവരും ഇളനീർക്കുടമെന്ന് ഉടയ്ക്കുമെന്ന്. അന്ന് വരെ ഒട്ടും താല്പര്യമില്ലാത്ത ആൾ
എന്തൊക്കെയോ കാര്യങ്ങൾ തുടങ്ങി വെച്ചു. എനിക്കും അതൊരു പുതിയ അനുഭൂതികളിലേക്കുള്ള കടന്നുകയറ്റമായിരുന്നു. അവളുടെ നിർദ്ദേശപ്രകാരമാണ് പുള്ളി കൂടുതൽ നേരം എനിക്ക് വേണ്ടി ചെലവഴിക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഓരോ ദിവസവും അവൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങളാണെന്ന് പറഞ്ഞ് അദ്ദേഹം എന്നെ പൂങ്കാവനത്തിലേക്ക് നയിച്ചു. പക്ഷേ ടൈമിൻ്റെ കാര്യത്തിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടായില്ലെങ്കിലും ഞങ്ങളുടെ മറ്റു കാര്യങ്ങൾക്ക് ഒത്തിരി മാറ്റങ്ങളുണ്ടായി. ഞാൻ അവളെ വിളിച്ച് നന്ദി പറഞ്ഞു. അവൾ പറഞ്ഞു, എടി എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമായിട്ടാണ് ആദ്യം തൊട്ടേ ഈ കാര്യങ്ങളൊക്കെ നിന്നോട് പറയാൻ ശ്രമിച്ചത്. അപ്പോൾ നീ പറഞ്ഞു അതിലൊന്നും ഒരു പ്രാധാന്യമില്ലെന്ന്. ഇപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ ഇതിലെ പ്രാധാന്യമെന്ന്. ഞാൻ പറഞ്ഞു, വെരി വെരി സോറി മോളെ, നീയാണ് എൻ്റെ രക്ഷകി, ബാക്കി കാര്യങ്ങളോട് നീ ശരിയാക്കി തരണമെന്ന് പറഞ്ഞു. ഇപ്പോഴാണ് ഞങ്ങൾ ട്രാക്കിലെത്തിയത്, പച്ച പിടിച്ചത്. അവൾ പറഞ്ഞു, എല്ലാം ശരിയാകും, ഞാൻ നിനക്ക് വേണ്ടി എപ്പോഴും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ഹസ്ബൻഡിനോട് പറഞ്ഞു, എടി അവളാണെങ്കിൽ നമ്മളെ രണ്ടുപേരെയും അവളുടെ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടെന്ന്. ഞാൻ പറഞ്ഞു പോകണമെന്ന്. ആ പോകണം, നമുക്ക് ഒരു ദിവസം അവിടെ പോയി നിൽക്കുകയും ചെയ്യണം. അവളുടെ ഭർത്താവ് എന്നോട് സംസാരിച്ചു. പുള്ളിക്കാണെങ്കിൽ നല്ല ഉത്സാഹമാണ്, നല്ലൊരു മനുഷ്യനാണ്, നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. അവർ തമ്മിൽ നല്ല ഫ്രണ്ട്സിനെ പോലെയാണെന്ന് പറഞ്ഞു. അത് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അവളുടെ ഭർത്താവ് ഒരു പ്രത്യേക സ്വഭാവക്കാരനാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ഒത്തിരി സ്വാതന്ത്ര്യം കൊടുക്കുന്ന സ്വഭാവമാണ്. നന്നായിട്ട് ഇത്തരം കാര്യങ്ങളെപ്പറ്റി അറിവുണ്ടെന്നവൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്തായാലും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ രാത്രി ഞങ്ങളെല്ലാം കൂടി ഇരുന്ന് സംസാരിച്ചു. അവർ തനിച്ചാണ് താമസിക്കുന്നത്, കുട്ടികളൊന്നും ആയിട്ടില്ലല്ലോ. എല്ലാവരും കൂടി ഇത്തരം കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ സംസാരിച്ചു. ആദ്യമൊക്കെ എനിക്കങ്ങ് ചമ്മലായിരുന്നു. എൻ്റെ ഭർത്താവിന് ഇത്തിരി ചമ്മലുണ്ടെങ്കിലും കുറച്ചൊക്കെ സംസാരിക്കാൻ തുടങ്ങി. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഞങ്ങൾ മുഴുവനും സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലൊരു വ്യക്തിബന്ധം ഉണ്ടാക്കി. അങ്ങനെ 2-3 വട്ടം അവരുടെ വീട്ടിൽ പോയി താമസിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഇച്ച എന്നോട് പറഞ്ഞു, എടി അവളൊരു നിർദ്ദേശം വെച്ചിട്ടുണ്ട്. കാര്യം ഇപ്പോൾ നമ്മൾക്ക് പുതുമകളൊന്നുമില്ല. അവളുടെ ഭർത്താവിനെ കാണാൻ നല്ല സുന്ദരനല്ലേ, അവളൊരു സുന്ദരി തന്നെയാണ്. ഞാൻ ചോദിച്ചു, നിങ്ങളെന്താ പറഞ്ഞു വരുന്നത്? ഇനി നമ്മൾ അടുത്ത തവണ അവർ ക്ഷണിച്ചിട്ട് പോകുമ്പോഴേക്കും നമ്മൾ ഉറങ്ങുന്നത് 2 രീതിയിലായിരിക്കുമെന്ന്. ഞാൻ ചോദിച്ചു, എന്താ 2 രീതി? അന്ന് രാത്രി, ആ ഒരു രാത്രി നിന്റെ ഭർത്താവ് ഞാനല്ല. നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞത്? എൻ്റെ ഭാര്യ നീയല്ല, വട്ടാണോ? എടി നിനക്ക് മനസ്സിലായില്ലേ, നമ്മൾ 2 പേരും മാറുന്നു. വേണ്ട ചായ, അത് ശരിയാകില്ല, അതൊക്കെ വലിയ തെറ്റാണ്. അപ്പോൾ എൻ്റെ ഭർത്താവ് പറഞ്ഞു, തെറ്റ്, നീ ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? നിൻ്റെ പഴയ ചിന്തയൊക്കെ എടുത്തു കളാം. ഇവിടെ ഇപ്പോൾ നമ്മൾക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ളൊരു ആവേശമാണ്. അതുകൊണ്ട് നമുക്ക് ഒരു ട്രെയിനിങ് സെഷനാണെന്ന് വിചാരിച്ചാൽ മതി, ഗുണം കിട്ടും, അത്രയേ ഉള്ളൂ. ഇച്ചായ ഇത് ശരിയാകില്ല. അപ്പോൾ ഇച്ചായൻ പറഞ്ഞു, ശരിയാകും, ഒരു കുഴപ്പമില്ല, അദ്ദേഹത്തിന് നിന്നെ ഇഷ്ടമാണ്, നീയും പുള്ളിക്കാരനെ ഇഷ്ടപ്പെട്ട് നോക്കുന്നത് ഞാൻ കണ്ടു. പിന്നെ നിൻ്റെ കൂട്ടുകാരി, അവളോടും എനിക്ക് വെറുപ്പൊന്നുമില്ല. എല്ലാം പറയുന്ന സുഹൃത്തുക്കളാണ് നമ്മൾ. ഈ ഒരു വട്ടം നമുക്ക് ഒന്ന് പരീക്ഷിക്കാം. അത് സക്സസ് ആയില്ലെങ്കിൽ ഓക്കെ, പക്ഷേ സക്സസ് ആയിക്കഴിഞ്ഞ് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടായെങ്കിലോ? ഇത് റിസ്ക്കാണ്, വേണ്ട. ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ ആരറിയാനാണ്? നമ്മൾ 4 പേരിൽ അത് ഒതുങ്ങി നിൽക്കും. പിന്നെ അവളുടെ ഭർത്താവിനും ആൾക്കൊക്കെ സമ്മതമാണ്. നിനക്ക് മാത്രമേ ഉള്ളൂ പ്രശ്നം. നീ ഇങ്ങനെ ആകരുത്. ഇങ്ങനെയാണെങ്കിൽ നിനക്ക് ജീവിതത്തിൽ ഒരു നല്ല കാര്യങ്ങൾ അനുഭവിക്കാനുള്ള ഒരു സമയം കിട്ടില്ല, അവസരം ഉണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞ് ഭർത്താവിനെ കുറ്റപ്പെടുത്തി. അങ്ങനെ നിർബന്ധിച്ചപ്പോൾ ഞാനതിന് സമ്മതിച്ചു. അങ്ങനെ ആ സുമുഹൂർത്തമായി. എനിക്കായിരുന്നു മാഡം വലിയ പേടി. എൻ്റെ ഭർത്താവിനും അവൾക്കും യാതൊരു കൂസലുമില്ല. അവളുടെ ഭർത്താവും കൂളാണ്. എൻ്റെ പേടി കണ്ട് അവളുടെ ഭർത്താവ് പറഞ്ഞു, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇതൊക്കെ നമ്മുടെ സൗഹൃദത്തിൻ്റെ സ്നേഹത്തിൻ്റെ മറ്റൊരു വശമായിട്ട് കണ്ടാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ കുറേ സംസാരിച്ച ശേഷം അത്താഴമൊക്കെ കഴിച്ച് ഞാൻ മടിയോട് കൂടിയാണ് അദ്ദേഹത്തിൻ്റെ കൂടെ അകത്തേക്ക് പോയത്. അദ്ദേഹം എന്നോട് കുറേയധികം കഥകൾ ആദ്യം പറഞ്ഞു. ഇതൊന്നും ഒരു പ്രശ്നമല്ല, ജീവിതത്തിൽ പുതിയ അനുഭവങ്ങൾ നമ്മളെ കാത്തിരിക്കുമ്പോൾ നമ്മൾ പഴയ കാര്യങ്ങളും ഭയവുമൊക്കെ മാറ്റിവെക്കണം, റിലാക്സ് ആകുമെന്ന് പറഞ്ഞു. എന്നെ പാകപ്പെടുത്തിയെടുക്കാൻ അദ്ദേഹം ഒത്തിരി സംസാരിച്ചു. അത് കഴിഞ്ഞ ശേഷം അദ്ദേഹം ഭൂപടം വരയ്ക്കുന്ന ഒരു വിദ്വാനായി. എൻ്റെ ദേഹം കിലുകില വിറയ്ക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം മധ്യപ്രദേശിൻ്റെ ഭൂപടം വരയ്ക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് കാര്യം മനസ്സിലായി. ഞാൻ ആഗ്രഹിച്ചത് ഇതാണ്, ലാളനകൾ ഒത്തിരി വേണം, എങ്കിൽ മാത്രമേ സ്ത്രീ ഒരുങ്ങിയിറങ്ങുകയുള്ളൂ. അരമണിക്കൂറിനുള്ളിൽ തന്നെ എനിക്ക് അദ്ദേഹത്തോടുള്ള എല്ലാ അനിഷ്ടങ്ങളും മാറി, പേടിയും ഭയവും ഒക്കെ മാറി. പക്ഷേ ഇത്തിരി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് അച്ചായ എന്ന് കൂട്ടിച്ചേർത്ത് ഞാൻ അലറി വിളിക്കാൻ തുടങ്ങി. അന്നേ നിമിഷം വരെ വീഡിയോയിലുള്ള പെണ്ണ് കരയുന്നതെന്തിനെന്ന് എനിക്ക് പുച്ഛം തോന്നിയിരുന്നു. ഇന്ന് പക്ഷേ ഞാൻ മനസ്സിലാക്കി, അത് സന്തോഷത്തിൻ്റെ കരച്ചിലാണ്. ശരിക്കും മധുര നൊമ്പരക്കാറ്റടിക്കുമ്പോൾ ആരായാലും കരഞ്ഞു പോകില്ലേ മാഡം? അത് കരച്ചിലല്ല, ഒരു സന്തോഷ സൂചകമായ ആനന്ദ ശബ്ദമാണെന്ന് എനിക്കന്ന് മനസ്സിലായി.
അദ്ദേഹം എൻ്റെ ഭർത്താവിനെ പോലെയല്ല. അവൾ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ്. ഏറെ ബോഗികൾ ഘടിപ്പിച്ച ഒരു ബുള്ളറ്റ് ട്രെയിനാണ്. ഒരിടത്തും നിർത്തില്ല. ഇനി ഡെസ്റ്റിനേഷനിൽ എപ്പോൾ നിർത്തുമെന്നറിയില്ല. അങ്ങനെ നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ അതിരുകൾ കാണാത്തൊരു മനുഷ്യനാണെന്ന് എനിക്ക് മനസ്സിലായി. അന്ന് എൻ്റെ തിരിച്ചറിവിൻ്റെ പാഠമായിരുന്നു. അവളുടെ ദാമ്പത്യ ബന്ധത്തോട് എനിക്ക് അസൂയ തോന്നി. എങ്കിലും അതിൻ്റെ ഭാഗമാകാൻ എനിക്കും കഴിഞ്ഞല്ലോ. ഇനി ഇത് ഞാൻ നിർത്തില്ല, ഇത് കണ്ടിന്യൂ ചെയ്യും. എന്തൊക്കെയാണെങ്കിലും മറുവശത്ത് എൻ്റെ ഭർത്താവിൻ്റെയും അവളുടെ റിസൾട്ട് എന്താണെന്നറിയില്ല. രാവിലെ ഇരുന്ന് എല്ലാവരും കൂടി ചർച്ച ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. പിന്നീട് മാഡം ഞങ്ങൾ അത് തുടർന്നു പോയി. അവളെന്നോട് പറഞ്ഞത് എൻ്റെ ഭർത്താവിന് ഒത്തിരി പാഠങ്ങൾ അറിയിച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്നാണ്. അത് ഞാൻ സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ അത് വിപുലമാക്കി. അവളും അവളുടെ ഹസ്ബൻഡും കൂടി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് പലരെയും കൊണ്ടുവന്നു. ചിലപ്പോഴൊക്കെ എൻ്റെ ഭർത്താവിന് ഇപ്പോഴും അബദ്ധങ്ങൾ സംഭവിക്കാറുണ്ട്. എങ്കിലും പണ്ടത്തേക്കാൾ ഒത്തിരി മെച്ചപ്പെട്ടു. സമയമെന്ന് പറയുന്നത് അദ്ദേഹത്തിന് മിറക്കിൾ പോലെ നന്നായിട്ടുണ്ട് മാഡം. പക്ഷേ ഞങ്ങൾക്ക് ഇപ്പോൾ വീട്ടുകാരിൽ നിന്ന് നല്ല സ്ട്രെസ് ഉണ്ട്. എത്രയും പെട്ടെന്ന് കുട്ടികൾ വേണമെന്ന്. ഞങ്ങളുടെ ഫാമിലി കൾച്ചർ അങ്ങനെയാണ്, ഉടനെ തന്നെ കുട്ടികൾ. പക്ഷേ എനിക്കാണെങ്കിൽ അതിനൊന്നും താല്പര്യമില്ല, എൻ്റെ ഭർത്താവിനുമില്ല. വർഷങ്ങൾ കഴിഞ്ഞാലും കുട്ടികൾ വേണമെന്നില്ല. ഞങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ ഒത്തിരി ഇൻട്രസ്റ്റ് ഉണ്ട്. പക്ഷേ എൻ്റെ അമ്മ ഇപ്പോൾ ഉടനെ കുട്ടികൾ വേണമെന്ന് പറഞ്ഞ് നിർബന്ധിക്കുകയാണ്. അതേപോലെ ഭക്തിയും പ്രാർത്ഥനയും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ എന്നെ നിർബന്ധിക്കുകയാണ്. ചില സമയത്ത് എനിക്ക് കുറ്റബോധം തോന്നും മാഡം, ഞാൻ പോകുന്ന വഴി ശരിയാണോ എന്ന്. ഇതൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് പോലും എനിക്കറിയില്ല. ചില സമയത്ത് എനിക്ക് കുറ്റബോധം തോന്നും, വീട്ടുകാർ പറയുന്നത് കേൾക്കണം തോന്നും. പക്ഷേ ചിലപ്പോഴൊന്നും എനിക്കത് പറ്റുന്നില്ല മാഡം. മാഡം ഇത് വായിച്ചിട്ട് എനിക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകണം. ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ദാമ്പത്യ പ്രശ്നങ്ങളുണ്ട്. അത് മറ്റുള്ളവരോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എങ്ങനെയായി എന്നുള്ളത് നിങ്ങൾ കണ്ടല്ലോ. അതിന് പകരം വിദഗ്ധനായിട്ടുള്ളൊരു ഡോക്ടറെ കൗൺസിലറെ കണ്ടു കഴിഞ്ഞെങ്കിൽ അത് ശരിയായ ശാസ്ത്രീയമായ രീതിയിൽ അപഗ്രഥിച്ച് അതിനുള്ള മറുപടി പറഞ്ഞേനി. ഇവിടെ പലരും പ്രശ്നങ്ങൾ വരുമ്പോൾ ഡോക്ടറെ കാണുകയോ കൗൺസിലറെ കാണുകയോ ഒന്നും ചെയ്യുന്നില്ല. എല്ലാം സുഹൃത്തുക്കളുണ്ടല്ലോ, ഉടായ്പ വഴി എല്ലാം പരിഹരിക്കാം. അപ്പോൾ അതിൻ്റെ റിസൾട്ടാണ് ഈ കാണുന്നത്. സത്യം പറഞ്ഞാൽ നമുക്കിതിനെ അനുകൂലിക്കാൻ പറ്റുമോ എനിക്കറിയില്ല. ഓക്കെ, നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളത് ആരും അറിയാതെ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ കൊള്ളാം. പക്ഷേ ആളുകൾ ഇങ്ങനെ കൂടിക്കൂടി വരുമ്പോൾ ഇതൊക്കെ ലീക്കാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ കുട്ടികൾ, അത് വേണമെങ്കിൽ 2, 3, 4 വർഷം മാറ്റി വെച്ചാലും കുഴപ്പമൊന്നുമില്ല. എങ്കിലും 30 വയസ്സിന് താഴെ ആരോഗ്യമുള്ളപ്പോൾ കുട്ടികൾ ഉണ്ടാകുന്നതായിരിക്കും നല്ലത്. ഒത്തിരി ആളുകൾ ആയി കഴിയുമ്പോഴേക്കും രോഗങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതൊരു റിസ്ക്കാണ്. അത് മാത്രമല്ല ബന്ധങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പല വിള്ളലുകളും ഉണ്ടാകാം. ആരെങ്കിലും ഒരാൾ പിണങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഈ കാര്യങ്ങളെല്ലാം പുറത്തറിയാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ്. അപ്പം നാണക്കെടുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൻ്റെ സദാചാരപരമായ കണ്ണിൽ കൂടി നോക്കുമ്പോൾ റിസ്ക്കാണ്. പക്ഷേ ആ റിസ്ക് നിങ്ങൾക്ക് ഇഷ്ടമാണ് തുടരുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടം മാത്രമാണ്. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ഉപദേശം നോക്കിയിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. പക്ഷേ ഇതിൽ റിസ്ക് ഉണ്ട്. ആ റിസ്ക് എന്താണെന്ന് ഞാൻ പറഞ്ഞു, അത്രയേ ഉള്ളൂ. ബാക്കി നിങ്ങളുടെ ഇഷ്ടമാണ്. എനിക്കിപ്പോൾ ഒരാളെ സദാചാരവാദിയാക്കിയിട്ടോ അല്ലെങ്കിൽ ദൈവത്തെ ഭയം സൃഷ്ടിച്ചിട്ടോ ഒന്നും യാതൊരു കാര്യമില്ല. അതിനെയൊന്നും ഇതിനോട് കൂട്ടിക്കൊടുക്കേണ്ട കാര്യവുമില്ല. ഇതൊക്കെ നമുക്ക് തോന്നുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ ഗുണവും നല്ലതും ഒക്കെ നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും. അത്രയേ ഉള്ളൂ.